ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ട മിക്സിൻ്റെ ജാറിലേക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കോഴിമുട്ട വെച്ചിട്ടാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 3 കോഴിമുട്ടകളും പൊട്ടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തും പൊട്ടിച്ച് പാർന്നിട്ടുണ്ട്. അതിന് 5 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക, ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 5 രൂപേൻ്റെ ഒരു ബൂസ്റ്റ് പാക്കറ്റാണ്. അപ്പോൾ പൊട്ടിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റ് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇവ നന്നായിട്ട് അടിച്ചെടുക്കണം. ബൂസ്റ്റിൻ്റെ പൊടി നന്നായിട്ട് കലക്കുന്നത് വരെ അടിച്ചെടുക്കണം. എടുത്തതിന് ശേഷം അതൊരു അരിപ്പയിൽ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. തരികളൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിൽ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. തരികളൊന്നുമില്ല, നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. ഇത് ഹാവിക്കാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലൊരു വട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ പുഡിംഗ് ട്രേ കംപ്ലീറ്റ് മൂടക്കാത്ത വിധത്തിലുള്ള ഒരു പാത്രം കൂടി വെച്ച് മൂടി കൊടുക്കാം. ഇല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ചുറ്റിയാലും മതി. ഇനി മൂടി വെക്കാം. ഇനി ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. മൂടി മാറ്റിയതിന് ശേഷം അത് വെന്തിട്ടുണ്ടോ എന്ന് ഒരു ഫ്രോക്ക് കൊണ്ട് വേണം അത് കുത്തി നോക്കാൻ. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ മനസ്സിലാവും വെന്തിട്ടുണ്ടോ ഇല്ലേ എന്ന്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റേത് ഫ്രോക്ക് കൊണ്ട് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട് പുഡിങ് ആവാൻ. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. പുഡിങ്ങിൻ്റെ ട്രൈയോട് കൂടി തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ മറ്റൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ബൂസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.